ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആര് എന്നറിയാനാണ് ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ സസ്പെൻസ് നിൽക്കുന്നത്. തിരുച്ചി ശിവയുടെ പേരൊക്കെ ഇങ്ങനെ ശക്തമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. രണ്ട് പേരുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരാൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി അറിയാൻ കഴിയുന്നത്. ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് പേരുകളിൽ? മനു, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഇന്ത്യ സഖ്യ യോഗം ഖാർഗെയുടെ വസതിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 5:30 യോഗം ആരംഭിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധീകരിക്കുന്ന നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. CPM-നെ പ്രതിനിധീകരിച്ച് MA ബേബി, ജനറൽ സെക്രട്ടറി MA ബേബിയാണ് യോഗത്തിൽ പങ്കെടുത്തത്. നിരവധി പേരുകളാണ് ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നത്. ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും സ്വീകാര്യനായ ഒരാൾ, അതും രാഷ്ട്രീയത്തിന് അതീതമായി പാർലമെന്റിലടക്കം കാഴ്ചവെക്കാൻ അത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരാളെയാണ് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയായി നിർത്തുക എന്നുള്ളതാണ് നേതാക്കളൊക്കെ തന്നെയും സൂചിപ്പിച്ചത്. എന്നാൽ ഈ പേരുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെയും പുറത്തുവിട്ടിട്ടില്ല. അതിൽ ചില സൂചനകൾ മാത്രമാണ്. ഈ തിരുച്ചി ശിവം ഉൾപ്പെടെയുള്ള നേതാക്കൾ പരിഗണനയിൽ എന്നുള്ള ചില സൂചനകൾ മാത്രമാണ് ലഭ്യമായത്. എന്നാൽ അത് സംബന്ധിച്ചും ഒരു സ്ഥിരീകരിക്കുന്ന വിവരത്തിലേക്കൊന്നും എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇന്ന് എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഉച്ചയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന ചർച്ചയിൽ നിരവധി പേരുകൾ, 2-ലധികം പേരുകളൊക്കെയും ഉയർന്നു വന്നിട്ടുള്ളതായാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ND അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള CP രാധാകൃഷ്ണനെയാണ് NDയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. അതിനപ്പുറത്തേക്ക് നേരത്തെ അവർ BJP-യിൽ നിന്ന് തന്നെ ആയിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്നുള്ള സൂചനകൾ ലഭ്യമായിരുന്നു. അതുപോലെ തന്നെയാണ് BJP-യുടെ തമിഴ്നാട് മുൻ അധ്യക്ഷൻ കൂടിയായിരുന്നു CP രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ തിരുച്ചി ശിവത്തെയൊക്കെയും പരിഗണിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആകണം എന്നുള്ളൊരു ചില വിവരത്തിന്റെ പുറത്തായിരിക്കണം തിരുച്ചി ശിവം ഉൾപ്പെടെയുള്ള നേതാക്കളെ ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നത്. എന്തായാലും 21-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള ഏറ്റവും അവസാനത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജഗദീപ് ധൻഖർ അപ്രതീക്ഷിതമായി രാജിവെക്കുകയും അതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയൊക്കെ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയരുകയും അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ടുള്ള മര്യാദ നൽകാതെയാണ് BJP-യും കേന്ദ്ര സർക്കാരും അദ്ദേഹത്തിന്റെ യാത്രയപ്പ് പോലും നൽകാതെ അദ്ദേഹത്തെ പറഞ്ഞയച്ചു എന്നുള്ള ആരോപണങ്ങളെയും ശക്തമായി ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വീണ്ടും വരുന്നത്. സെപ്റ്റംബർ 9 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.